പെങ്ങളെ എന്നെ മുറിയെ പണിയെടുത്ത് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഗൾഫ് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയമോ? ഗൾഫ് രാജ്യത്തെ ചൂട് 38 ഡിഗ്രി 40 ഡിഗ്രി 40 ഡിഗ്രിയൊക്കെ ചൂടുള്ള അത്യുഷ്ണമുള്ള കാലങ്ങളില് അതാ കത്തിയെരിയുന്ന അടുപ്പിന്റെ മുൻപിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കഠിനാധ്വാനം ചെയ്ത് മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തിരിച്ചു വരുന്ന ഭർത്താവില്ലയോ? ഉമ്മമാരറിയണം, ഉപ്പമാരറിയണം, സഹോദരിമാരറിയണം. ഗൾഫിൽ നിന്ന് നമ്മുടെ ഗൾഫ് പ്രവാസികളായ ചെറുപ്പക്കാര് നമുക്ക് അയച്ചു തരുന്ന കാശുണ്ടല്ലോ, നമുക്ക് നൽകുന്ന കാശുകളുണ്ടല്ലോ, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ഈ പണത്തിനൊക്കെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്, രക്തത്തിന്റെ ചുവയുണ്ട്. മറക്കണ്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് അധ്വാനിക്കുന്നത്, നിന്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നത്, നിന്റെ ഭർത്താവ് അനുഭവിക്കുന്നത് നീ അറിഞ്ഞിട്ടുണ്ടോ? തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു സുഖജീവിതം കൊടുക്കാൻ, അവർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കാൻ, അവർക്ക് നല്ല ഡ്രസ്സ് കൊടുക്കാൻ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, അല്ലലുകളില്ലാതെ അലട്ടലുകളില്ലാതെ ഭാര്യയും മക്കളും സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് കത്തിയെരിയുന്ന മണൽപ്പരപ്പിൽ ഒട്ടകങ്ങളെ മേച്ച്, ആടുകളെ മേച്ച്, കശാപ്പുശാലയിൽ ജോലി ചെയ്ത്, അല്ലെങ്കിൽ ബേക്കറികളിൽ ജോലി ചെയ്ത്, ഹോട്ടലുകളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അയക്കുന്ന പണം, ഈ പണം ദൂർത്തടിക്കുന്ന പെങ്ങള്, ഈ പണം ഇങ്ങനെ ഓരോ ദിവസവും കാലത്ത് നിന്റെ ബാഗും തൂക്കിലേറ്റി, നിന്റെ ബാഗും നീ തോളിലിട്ടിട്ട് അന്യപുരുഷന്മാരെ മൊബൈലിൽ വിളിച്ചിട്ട് കിന്നാരം പറഞ്ഞിട്ട് ആസ്വദിക്കുന്ന പെങ്ങള്, ഇതൊക്കെ ഒരു തിരിച്ചറിയുന്ന സമയമുണ്ട്, തിരിച്ചു ചോദിക്കുന്ന ഒരു സമയമുണ്ട്, നിന്റെ എല്ലാ വഞ്ചനകളും ദുഷ്ടലാക്കുകളും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്, വെളിവാകുന്ന ഒരു